വിക്രം ഭണ്ഡാരിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഒരാഴ്ചയായി അയാളെ കാണുന്നില്ല. അയാൾ വീട്ടിലേക്ക് പോയിട്ട് കുറേ മാസങ്ങളായി എന്നാണ് കേട്ടത്. ഞാൻ ഉദ്ദേശിച്ച പോലെ FODN വലയത്തിലായിരുന്നിരിക്കും അയാളും. 3 ദിവസം മുന്നേ ആരോ തങ്ങളെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മിസ്സിസ് ഭണ്ഡാരി പോലീസിലേക്ക് കോൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ FODN ആളുകളല്ലെങ്കിൽ ചിലപ്പോൾ ഡാർക്ക് മാറ്റർ അബ്സോർബായ ഭണ്ഡാരിക്ക് എന്തെങ്കിലും രൂപവ്യത്യാസം? അറിയില്ല. അയാൾക്ക് പറയാൻ ഒരു കഥ കാണും. ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഞാൻ നേരിടുന്നുണ്ട്. ആസ, അവൾക്ക് എന്നോടൊപ്പം ചേരണം. ഞാൻ അവളെ കൂടെ കൊണ്ടുപോകണം. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിഫൻസ് മെഷീൻ ഉണ്ടാക്കാൻ അവൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അവളുടെ അച്ഛൻ്റെ പേരിലുള്ള ഒരു ഒഴിഞ്ഞ കെട്ടിടവും തുറന്നു തന്നു. അവളുടെ എന്തൂസിയാസം കണ്ട് ഞാൻ ഒടുവിൽ ടെക്നിക്കലി എന്നെ സഹായിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് വേണ്ടത് അതല്ലെങ്കിലും 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്ന രീതിയിൽ അവൾ സമ്മതിച്ചു. എന്താണാവോ ഇനിയുള്ള അവളുടെ ഉദ്ദേശം? അവൾ ആദ്യം എനിക്ക് SDR വഴി പോലീസ് ഫ്രീക്വൻസി ഹാക്ക് ചെയ്തു തന്നു. ഭണ്ഡാരിയെ കാണുന്നത് വരെ ലോക്കൽ കമ്മ്യൂണിറ്റി ഇഷ്യൂസ് സോൾവ് ചെയ്ത് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എലമെൻ്റ് ആകാൻ അവൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു. കൂടുതൽ മീഡിയ അറ്റൻഷൻ ഒഴിവാക്കാൻ നല്ലപോലെ ശ്രമിക്കുകയാണ് ഞാൻ. ആർക്കും ഞാൻ പിടികൊടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓവർ വയർലെസ് എന്നെ പേര് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളെ സ്പാർക്സ് എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ പറഞ്ഞു. അവളുടെ ഗെയിമിംഗ് നെയിം ആണെന്ന്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്ന് സൈക്കിക് ഡിസ്റ്റർബൻസ് ഉണ്ടായി. എനിക്ക് അടുത്തായി ഗ്രാവിറ്റേഷണൽ ഷിഫ്റ്റ്സ് ഉണ്ടാകുന്നത് പോലെ തോന്നി. അതായത് പെട്ടെന്ന് എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പറയാൻ കഴിയാത്തൊരു ഗ്രാവിറ്റി വെയ്റ്റ് ഫ്ലക്ച്വേഷൻ. യെസ്, ഹീസ് ഹിയർ. ആസയോട് പറഞ്ഞു. ഗ്രാവിറ്റേഷൻ സിഗ്നേച്ചർ സ്കാനർ വഴി ലൊക്കേഷൻ പിൻ പോയിന്റ് ചെയ്തു. അതൊരു അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷനാണ്. മറ്റ് എക്സ്റ്റേണൽ തകരാറില്ലാതെ വൈദ്യുതി മുടക്കമുണ്ടായത് അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ആദ്യം എത്തിയത് ഞാനാണ്. ഇടുങ്ങിയ വഴി. വൈദ്യുതി എല്ലാം തകർന്നു. CCTV ക്യാമറ സ്റ്റാറ്റിക്കായി കാണണം. വർക്കർമാർ ഉള്ളത് ബോധം നശിച്ചു കിടക്കുന്നു. ഞാൻ എൻ്റെ സൂട്ടിൽ മുന്നോട്ട് നടന്നു. അടുത്തുള്ള ഉപകരണങ്ങൾ സ്വയം ചലിക്കുന്നു. പവർ കേബിൾസ് എല്ലാം ഛിന്ന ഭിന്നമായി കിടക്കുന്നു. ഒടുവിൽ എൻ്റെ മുന്നിൽ അയാൾ, ഡോക്ടർ വിക്രം ഭണ്ഡാരി. വലിയ ബൂട്ട്സ്, ദേഹം മുഴുവൻ ഒരു വലിയ കട്ടിയുള്ള നീളൻ ജാക്കറ്റ്, 2 കൈയിലും കേബിൾ ഇൻസുലേഷൻ സ്ലീവ്, മുഖത്ത് ഒരു GP5 ഗ്യാസ് മാസ്ക്. തികച്ചും ഭയാനകം. എൻ്റെ ആദ്യത്തെ സൂപ്പർ വില്ലൻ. ഞാൻ എൻ്റെ സകല ധൈര്യവും ഉപയോഗിച്ച് വിളിച്ചു, ഡോക്ടർ വിക്രം. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കഴുത്തിൽ പിടിച്ചു. എന്നെ പൊക്കി ദൂരെ എറിഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, ഐ ആം നോട്ട് FODN. ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. അയാൾ വീണ്ടും എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ തിരിച്ചും. എന്നിട്ട് അയാൾ പറഞ്ഞു, ഡു യു തിങ്ക് ഐ നീഡ് യു ഹെൽപ്പ്? എന്നിട്ട് എന്തോ കന്നഡയിലും. എന്നിട്ട് പറഞ്ഞു, ഐ ആം ദ ത്രെറ്റ് ഹിയർ. ഐ ആം ദ മെനസ്. ഞാൻ മാക്സിമം പ്രതിരോധിച്ചു. എൻ്റെ ശക്തിയെല്ലാം കൊണ്ട് മുകളിലത്തെ മതിൽ ടെലിക്കിനസിസിലൂടെ വലിച്ച് അയാളുടെ മുകളിലേക്കിട്ടു. 2 മിനിറ്റ് നിശബ്ദം. ഞാൻ സംശയം തോന്നി അതിന് മുകളിലേക്ക് കയറി ഇഷ്ടിക മാറ്റാൻ നോക്കി. ചെവിയിൽ സ്പാർക്സിൻ്റെ ശബ്ദമുണ്ട്. പക്ഷെ അവൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സമയമില്ല. അപ്പോഴേക്ക് അയാൾ എഴുന്നേറ്റു. എന്നെ ചവിട്ടി എറിഞ്ഞു. ഞാനൊരു റിയാക്ടറിൻ്റെ അടുത്ത് വന്ന് വീണു. അയാൾ അവിടെ എത്തി. എനർജി അബ്സോർബ് ചെയ്യാൻ തുടങ്ങി. കൂടെ എൻ്റെയും. ഞാൻ നന്നായി ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ബോധം പോയി. ഇടയ്ക്കെപ്പോഴോ അയാൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഓർമ്മ. ബോധം വന്നപ്പോൾ ഞാനൊരു കെട്ടിടത്തിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഒരിടം. അതൊരു അബാൻഡൻഡ് പവർ പ്ലാന്റ് ആണ്. എൻ്റെ മാസ്ക് അയാൾ മാറ്റിയിരിക്കുന്നു. അയാൾക്കപ്പോൾ എന്നെ മനസ്സിലായി. അയാൾ, മെനസ്, എൻ്റെ അടുത്തേക്ക് വന്ന് നീയാണോ പ്രൊട്ടക്ടർ എന്ന് ചോദിച്ചു. ഐ ആം നോട്ട് വർത്തി ഓഫ് ഹിസ് ടൈം എന്ന് അയാൾ പറഞ്ഞു. എനിക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും FODN താൻ അടിമയായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ ഇനി അയാളുടെ സമയമാണ്. അവരെ കൊന്നിട്ട് എന്നെയും കൊല്ലും എന്ന് അയാൾ പറഞ്ഞു. അയാളുടെ ശക്തി കൊണ്ട് ചുറ്റുമുള്ള വയറും കമ്പികളും ചേർത്ത് എന്നെ ബന്ധിച്ചു. എന്നിട്ട് അയാൾ പറന്നുപോയി. എൻ്റെ ശക്തികൾ ഉപയോഗിച്ച് നോക്കി. പറ്റുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ യെസ് ഐ ക്യാൻ ഡു ഇറ്റിൽ എനിക്ക് സംശയം വന്നു തുടങ്ങി. ഒരുപക്ഷെ എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്യണമായിരുന്നു. News 6-ൽ ഒരു ജേർണലിസ്റ്റ് പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേര് ഞാൻ മറന്നുപോയി. അവൾക്ക് ഇതെല്ലാം കൊടുക്കണമായിരുന്നു. ഞാൻ വീണ്ടും ഉറങ്ങി. എന്നെ ആരോ തട്ടി വിളിക്കുന്നത് മനസ്സിലാക്കി ഞാൻ എഴുന്നേറ്റ് കണ്ണു തുറന്നു. ആസ, അവൾ എന്നെ ട്രാക്ക് ചെയ്ത് എത്തിയിരിക്കുന്നു. എനിക്ക് ഒരേ സമയം സന്തോഷവും ദേഷ്യവും തോന്നി.